നിങ്ങളെടുക്കുന്ന വീഡിയോസിൽ എങ്ങനെ ഇതുപോലത്തെ ഒരു സാധനം പടയ്ക്കാൻ നോക്കിയാലോ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരും. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സോ ഹേ ഗൈസ്, എല്ലാവർക്കും സ്പോട്ട് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ക്യാപ്കട്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ്, അതിപ്പോൾ എന്ത് ഫോട്ടോസ് ആവട്ടെ, ഏത് തരത്തിലുള്ള ഫോട്ടോസ് ആവട്ടെ, എല്ലാം എടുത്ത് ക്യാപ്കട്ടിൽ കൊണ്ടിടുക. അത്യാവശ്യം ഒരു 5-6 പിക്കോ എന്തെങ്കിലും ഒരു 5-10 എത്ര വേണോ നിങ്ങൾ സെലക്ട് ആക്കിക്കോ, നിങ്ങൾ അതിനകത്ത് കൊണ്ടിടുക. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ പിക്ചേഴ്സും ഒരേ റേഷ്യോയിലല്ല കിടക്കുന്നത്. അപ്പോൾ എനിക്ക് റിയൽ റേഷ്യോ ആണ് വേണ്ടത്. സോ അതിനായിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ആസ്പെക്ട് റേഷ്യോ എടുത്തിട്ട് 9:16 സെലക്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓരോ ഫോട്ടോസും ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൂം ഇൻ ചെയ്തിട്ട് ആ ഒരു റേഷ്യോ അനുസരിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിക്ക് സെലക്ട് ആക്കിയിട്ടും ഈ ഒരു ഡ്രാഗ് ചെയ്ത് ഇങ്ങ് ഏറ്റവും അറ്റത്തോട്ട് കൊണ്ടങ്ങിടുക. അങ്ങനെ എല്ലാ പിക്ചേഴ്സിനെയും ഡ്രാഗ് ചെയ്ത് ഇങ്ങ് ചെറുതാക്കി അങ്ങ് എടുക്കുക. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ദെൻ നൈസായിട്ട് ഇതിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ദെൻ നിങ്ങളുടെ ഏത് വീഡിയോയുടെ പുറകിലാണോ ഈ ഒരു സംഭവം വേണ്ടത്, ആ ഒരു വീഡിയോനെ എടുത്ത് ക്യാപ്കട്ടിൽ കൊണ്ടിടുക. അതിനുശേഷം ആ ഒരു വീഡിയോ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഡ്യൂപ്ലിക്കേറ്റിൽ നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റായി വന്ന ആ ഒരു ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓവർലേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഓവർലേ ആയിട്ട് വരും. അതിനെ പിടിച്ചെടുത്ത് അങ്ങ് അറ്റത്ത് കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ വീഡിയോയുടെ അറ്റത്ത് കൊണ്ട് ഇതുപോലെ സെയിം ലെവലിൽ കൊണ്ടിടുക. ദെൻ ഓവർലേ ആയിട്ട് വന്ന ആ ഒരു വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റിമൂവ് BG എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതെടുത്തതിന് ശേഷം ഓട്ടോ റിമൂവലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റിമൂവ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോനെ താഴെ ഒരു ഓവർലേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓവർലേയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോനെ സെലക്ട് ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾ ആ ഒരു വീഡിയോനെ നൈസായിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഒരു ആദ്യം കിടക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, അതിനെ പിടിച്ച് ഇപ്പുറത്തോട്ടങ്ങ് എടുത്തിടുക. ദെൻ നിങ്ങൾ ഒരു ഓവർലേയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഒപ്പാസിറ്റി എടുത്തിട്ട് ഒപ്പാസിറ്റി നൈസായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഡ്യൂറേഷൻ കൂട്ടാനായിട്ട് ആ ഒരു വീഡിയോ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ അടിച്ചാൽ കൊടുക്കുക. എവിടെ വരെയാണോ വേണ്ടത് അതുപോലെ അങ്ങ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ ഫയലിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലേയേഴ്സ് എടുത്തതിന് ശേഷം ഇപ്പുറത്തോട്ട് പിടിച്ചങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും സാധനം ബാക്കിൽ പോകും. അങ്ങനെ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.